പണ്ട് മുതലേ എനിക്ക് ബീഡ്സുകളോട് വല്ലാത്തൊരു ഒബ്സഷനാണ്. ചെറുപ്പം തൊട്ടേ മാലകളൊക്കെ പൊട്ടിയാൽ ഞാൻ ആ മുത്തുകളൊക്കെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് നൂലിൽ കോർത്ത് വല്ല ബ്രേസ്ലെറ്റോ മാലയോ ഒക്കെ ഉണ്ടാക്കും. ഇപ്പോഴും ആ ഒബ്സഷന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ എന്തിനു പോയാലും ഒരു ലെയർ മുത്തുകളെങ്കിലും വാങ്ങാതെ എനിക്ക് വരാനും കഴിയാറില്ല. വാങ്ങുക മാത്രമല്ല കേട്ടോ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് മുത്തുകൾ വാങ്ങുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം സമയം കിട്ടാറില്ലെന്നത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഇന്നലെ ഞാൻ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിരുന്ന ഷെൽഫ് വൃത്തിയാക്കിയപ്പോൾ അതിൽ കുറേ പാക്കറ്റ് ബീഡ്സ് ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ എന്നിലെ ഒബ്സസീവ് ഗേൾ ഉണർന്നു. ഇനി സമയം കണ്ടെത്തിയിട്ട് അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം സാധിക്കുമെന്നറിയില്ല, എന്നാലും നോക്കാം. ഇത് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാം, എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഇന്നത്തേതും പഴയ ഒരു മാല പൊട്ടിയപ്പോൾ ഉള്ള മുത്തുകൾ വെച്ചുണ്ടാക്കിയ ഒരു ഇയറിംഗ് ആണ്. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ.